ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചിരട്ട ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നിർമ്മിക്കാവുന്ന ഒരു ക്രാഫ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഫുള്ളായിട്ടുള്ളൊരു ചിരട്ട തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം ചീത്തയായിട്ടുള്ളൊരു തേങ്ങയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഉള്ളിലൊന്നുമില്ല. അങ്ങനെ കിട്ടിയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമായി. ഇതിൻ്റെ ഹോളുള്ള ഭാഗത്തിൻ്റെ കുറച്ച് താഴേക്ക് വെച്ചിട്ട് റൗണ്ടിലങ്ങ് മുറിച്ചെടുക്കുക. ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പം മുറിക്കുന്നത്. ഈ ഒരു ചിരട്ടയിൽ നിന്ന് നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ചിരട്ടയുടെ മുകൾ ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പകുതി ചിരട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിരട്ടയിൽ ഒരു സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ച് ഇതിലെ നാരുകളൊക്കെ കളഞ്ഞ് നല്ല സ്മൂത്താക്കി എടുക്കണം. എത്രയും കൂടുതൽ പേപ്പർ ഇട്ട് പിടിക്കുന്നോ അത്രയും നന്നായിട്ടിരിക്കും. നമ്മുടെ ചിരട്ടകളെല്ലാം നന്നായിട്ട് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ രീതിയിൽ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ഒട്ടിക്കാൻ പോകുന്നത്. നമ്മൾ ഈ സാൻഡ് പേപ്പർ ഇട്ട് റബ്ബ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു പൊടിയാണ്. ഇത് ഈ ജോയിൻറ്റിലെ ഗ്യാപ്പിലിട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഇതൊന്ന് സെറ്റാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1-2 മിനിറ്റ് അനങ്ങാതെ ഒന്ന് പിടിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ താഴ്ഭാഗം സെറ്റായിട്ടുണ്ട്. ഇനി ഇതേ കണക്ക് തന്നെ മുകളിലും സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അങ്ങോട്ടിടുന്ന പൊടി ഒരല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല. ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്കൊരു സാൻഡ് പേപ്പർ ഇട്ട് റബ്ബ് ചെയ്ത് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജോയിൻറ്റ് പോർഷനിൽ പൊങ്ങി നിൽക്കുന്ന പൊടിയൊക്കെ ഇട്ട പോർഷൻ ഒന്ന് റബ്ബ് ചെയ്ത് ഒന്ന് സ്മൂത്താക്കി അങ്ങനെ. ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് ഒരു കൂട്ടം വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ലഭിക്കും. ഇനി അഥവാ വാർണിഷ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ എടുത്ത് ഇതിനകത്ത് നന്നായിട്ട് അങ്ങ് തടവി കൊടുത്താൽ മതി. ഒരു ബ്ലാക്ക് കളർ കിട്ടും. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇത് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നിൽ ചെറിയൊരു ഫ്ലവർ വൈസ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പേനയും പെൻസിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡറായിട്ടും ഉപയോഗിക്കാം. ഇതാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചെറിയൊരു ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് അതിൽ ആളെന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതലിടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.